ഇന്ന് നമ്മൾ പഠിക്കാൻ വേണ്ടി പോകുന്നത് ശബ്ദ തരംഗങ്ങൾ അല്ലെങ്കിൽ സൗണ്ട് വേവ്സ് എന്നുള്ള നമ്മുടെ ആദ്യത്തെ ചാപ്റ്റർ ആണ്. ആദ്യത്തെ ചാപ്റ്റർ തുടങ്ങുന്നത് തന്നെ ഒരു ഒരു കുട്ടികൾ തമ്മിലുള്ള ഒരു തർക്കത്തിൽ നിന്നാണ് അല്ലെ. എന്താണ് അവിടെ കുട്ടികൾ തമ്മിലുള്ള പ്രശ്നം? കുട്ടികൾ ഇങ്ങനെ ഊഞ്ഞാലാടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഒരു കുട്ടി പറയാണ്, ഒരു കുട്ടി ടീച്ചറോട് പരാതി പറയാണ്, ഈ കുട്ടി 10 തവണ ആടിക്കഴിഞ്ഞു, ഇറങ്ങാൻ പറയൂ, ഇനി എന്റെ ഊഴാണെന്ന്. അപ്പൊ പെൺകുട്ടി പറയാണ്, ഊഞ്ഞാലാടുന്ന പെൺകുട്ടി പറയാണ്, ഇല്ല, ഞാൻ 5 ആട്ടേ ആയിട്ടുള്ളൂ എന്ന് പറയുന്നുണ്ട്. പക്ഷെ പെൺകുട്ടി പറയുന്നതിനോട് ടീച്ചർ യോജിക്കുന്നുണ്ട്. അപ്പൊ അതിന്റെ അർത്ഥം എന്താ? ആൺകുട്ടി എണ്ണിയ രീതിയും പെൺകുട്ടി എണ്ണിയ രീതിയും തമ്മിൽ എന്തോ ഒരു വ്യത്യാസമുണ്ട് അല്ലെ. അപ്പൊ എങ്ങനെയാണ് ഒരു ആട്ടം അല്ലെങ്കിൽ നമ്മൾ ഒരു ഊഞ്ഞാലാട്ടത്തെ നമ്മൾ കൗണ്ട് ചെയ്യേണ്ടത് അല്ലെ? ഊഞ്ഞാലാട്ടം എന്ന് പറയുമ്പോൾ നമുക്ക് അതിനെ വേണമെങ്കിൽ ജനറലൈസ് ചെയ്യാം. അത് എന്ത് തരത്തിലുള്ള ആട്ടാണ്? അതൊരു സർക്കുലർ മോഷൻ ആണോ? അതായത് ഒരു വർത്തുള ചലനമാണോ? അല്ലെങ്കിൽ അതൊരു ഓസിലേറ്ററി മോഷൻ ആണോ? അതായത് എന്താ, ഒരു ദോലനമാണോ? അല്ലെ. അപ്പോ അതാദ്യം നമ്മൾ കണ്ടെത്തണം. നമ്മളെല്ലാരും ഊഞ്ഞാലാടിയിട്ടുള്ളവരാണ് അല്ലെ. അപ്പൊ ഊഞ്ഞാലാടുമ്പോ ഊഞ്ഞാല് വട്ടത്തിലാണോ? അല്ല. ഊഞ്ഞാൽ എങ്ങനെയാണ്? ഇങ്ങനെ ക്ലോക്കിന്റെ ഒക്കെ പെൻഡിലാടുന്ന ആ രീതിക്കാണ് എന്തും വരുന്നത്, ഈ ഊഞ്ഞാലും ആടുന്നത്. അപ്പൊ ഊഞ്ഞാലിന്റെ ഒരു രേഖാചിത്രമാണ് ഞാൻ ഇവിടെ സൈഡിൽ കൊടുത്തിട്ടുള്ളത്. ഇതില് ഊഞ്ഞാല് റെസ്റ്റിലിരിക്കുന്ന പൊസിഷനാണ് അല്ലെ. ഇത് ഈ ഓ എന്ന് പറയുന്നത് ഇതുണ്ട്. അതുകൊണ്ടാണ് ഇതിന് ഡാർക്കർ ആയിട്ട് കൊടുത്തിട്ടുള്ളത്. അപ്പൊ ഈ ഒരു പൊസിഷൻ എന്ന് പറഞ്ഞാല് അതിന്റെ നാച്ചുറൽ ആയിട്ടുള്ള റെസ്റ്റിംഗ് പോയിന്റ് ആണ് അല്ലെ. അതായത് ആരും ആടുന്നില്ല, സ്ട്രെയിറ്റ് ആയിട്ട് താഴോട്ടുണ്ടാവുന്ന ആ ഒരു പൊസിഷൻ അല്ലെ. അതാണ് അതിന്റെ എന്ത്, ഇക്വിലിബ്രിയം പൊസിഷൻ അല്ലെങ്കിൽ അതിന്റെ തുലന സ്ഥാനം എന്ന് പറയുന്നത്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഊഞ്ഞാൽ ആടാൻ പോവാണ് അല്ലെ. ഊഞ്ഞാൽ എങ്ങനെയാ ആടുന്നത്? ആദ്യം ഓയിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യും. ഇവിടെ ആയിരിക്കും നമ്മൾ ഉണ്ടാവുക അല്ലെ. അപ്പൊ ഇവിടെ നിന്ന് പുറകിലോട്ട് നമ്മളൊന്ന് ആയും അല്ലെ, എ എന്ന് പറയുന്ന പോയിന്റിലോട്ടൊന്ന് ആയും. എന്നിട്ട് എന്താ, തിരിച്ച് നമ്മള് ഇവിടെ വരെ പോവും. അത് കഴിഞ്ഞിട്ട് വീണ്ടും അവിടെ എത്തിക്കഴിഞ്ഞാൽ, ബിയിൽ എത്തിക്കഴിഞ്ഞാൽ ഊഞ്ഞാല് നിൽക്കുവോ? ഇല്ല. ഊഞ്ഞാല് വീണ്ടും എന്താവും, തിരിച്ചു വരും അല്ലെ. പിന്നെ എയിലെത്തി നിൽക്കുവോ? ഇല്ല, വീണ്ടും തിരിച്ചു പോവും. ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും എന്താണ്, ഊഞ്ഞാൽ ആടിക്കൊണ്ടിരിക്കുകയാണ് അല്ലെ. അപ്പൊ ഇതെന്താണ്, ഒരു ഓസിലേഷൻ ആണ് അല്ലെങ്കിൽ ഒരു ദോലനമാണ്. അപ്പൊ എന്താണ് ഒരു ദോലനം എന്ന് പറഞ്ഞാല്? ഒരു വസ്തു എന്ന് പറഞ്ഞാൽ ഇവിടെ എന്താണത്, നമ്മുടെ ഊഞ്ഞാലാണ്. ആ വസ്തു അതിന്റെ തുലന സ്ഥാനത്തെ ആസ്പദമാക്കി, തുലന സ്ഥാനം എന്ന് പറഞ്ഞാൽ എന്താ, അതിന്റെ ഇക്വിലിബ്രിയം പൊസിഷനെ ആസ്പദമാക്കി കൃത്യമായ ഇടവേളകൾ എന്ന് പറഞ്ഞാൽ എന്താ, ഈ ഊഞ്ഞാല് ഇടത്തോട്ടും വലത്തോട്ടും ഒരു കൃത്യമായ ഇടവേളകൾ പാലിച്ചാണ് അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നത് അല്ലെ. അങ്ങനെ കൃത്യമായ ഇടവേളകളിൽ ഈ ഒരു വസ്തു രണ്ട് സ്ഥലങ്ങളിലേക്കും ഇരുവശങ്ങളിലേക്കും എന്താണ്, ചലിക്കുന്ന ആ ഒരു മോഷനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഓസിലേഷൻ അല്ലെങ്കിൽ ദോലനം എന്ന് പറയുന്നത്. ഇംഗ്ലീഷിൽ നമ്മൾ എങ്ങനെ അതിന്റെ ഡെഫിനിഷൻ എഴുതാം? ഓസിലേഷൻ ഇസ് എ പീരിയോഡിക് മോഷൻ. ഒരു പീരിയോഡിക് മോഷൻ ആണ് in which an object moves to and fro. To and fro എന്ന് പറഞ്ഞാൽ എന്താ, ഒരു ഒബ്ജക്റ്റ് മൂവ് ചെയ്യുന്നുണ്ട്. ടു ആൻഡ് ഫ്രോ എന്ന് പറഞ്ഞാൽ എന്താ, ഇരുവശങ്ങളിലേക്കും അല്ലെ. ഇരുവശങ്ങളിലേക്കും നമ്മളോട് പറഞ്ഞില്ലേ, ഒരു വസ്തു ഇരുവശത്തേക്കും മൂവ് ചെയ്യുന്നു. അതാണ് നമ്മൾ എന്ത്, ഈ ടു ആൻഡ് ഫ്രോ എന്ന് പറഞ്ഞിരിക്കുന്നത്. അറ്റ് എങ്ങനെ മൂവ് ചെയ്യുന്നത്? ഒരു റെഗുലർ ഇന്റർവെൽ ഉണ്ട് അല്ലെ, കൃത്യമായ ഇടവേളകൾ അല്ലെ. അതാണ് എന്ത്, റെഗുലർ ഇന്റർവെൽസ് ഓഫ് ടൈം. അങ്ങനെ വെറുതെ മൂവ് ചെയ്യാണോ? കൃത്യമായ ഇടവേളകളിൽ വെറുതെ മൂവ് ചെയ്യാണോ? എന്തിനെയോ ആസ്പദമാക്കിയിട്ടാണ്. എന്താണ്, ടൈം അബൌട്ട് ഇറ്റ്സ് ഇക്വിലിബ്രിയം പൊസിഷൻ അല്ലെ. അതിന്റെ ഇക്വിലിബ്രിയം പൊസിഷനെ ആസ്പദമാക്കിയിട്ട് ഇരുവശങ്ങളിലേക്കും എന്ത് ചെയ്യുന്നു, ഒരു കൃത്യമായ ഇടവേളകളിൽ മൂവ് ചെയ്യുന്നതാണ് എന്ത്, ഓസിലേഷൻ. ഓക്കെ,
ഇനി ഇങ്ങനെ ഓസിലേറ്റ് ചെയ്യുന്ന സമയത്ത് അതിനുണ്ടാവുന്ന മാക്സിമം ഡിസ്പ്ലേസ്മെന്റ് അല്ലെങ്കിൽ പരമാവധി സ്ഥാനാന്തരം അതെന്താണിത്? അതായത് ഇതാണ് ആ ഒബ്ജക്റ്റ് അല്ലെ. ഈ ഒബ്ജക്റ്റ് ഏതുവരെയേ മാക്സിമം പോവുള്ളൂ? ഈ എ എന്ന് പറയുന്ന പൊസിഷൻ വരെ. അതുപോലെ ഇവിടുന്ന് ഏതുവരെ പോവുള്ളൂ? ബി എന്ന് പറയുന്ന പൊസിഷൻ വരെ. അപ്പൊ ഉണ്ടാവുന്ന ഈ ഒരു മാക്സിമം ഡിസ്പ്ലേസ്മെന്റിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ആംപ്ലിറ്റ്യൂഡ്. എന്താണ് പറയുന്നത്? ആംപ്ലിറ്റ്യൂഡ്. അല്ലെങ്കിൽ മലയാളത്തിൽ എന്ത് പറയും? ആയതി. ആയതി എന്ന് പറയും. എന്താണ്? മാഗ്നിറ്റ്യൂഡ് ഓഫ് മാക്സിമം ഡിസ്പ്ലേസ്മെന്റ്. ഡിസ്പ്ലേസ്മെന്റ് പരമാവധി സ്ഥാനാന്തരം ആണെന്ത്? അത് എ എന്ന് പറയുന്ന അല്ലെ, എയിലല്ലേ നമ്മൾ അവിടെ ഡിനോട്ട് ചെയ്തിട്ടുള്ളത്? അതെ, എ എന്ന് പറഞ്ഞാണ് ഡിനോട്ട് ചെയ്തിട്ടുള്ളത്. SI യൂണിറ്റ് മീറ്ററിലാണ്. ഓക്കെ, മീറ്ററിലാണ് നമ്മൾ അതിനെ കാൽക്കുലേറ്റ് ചെയ്യാറ്. ഓക്കെ, ഇനി നമുക്ക് ആ കുട്ടിയുടെ ഡൗട്ടിലോട്ട് വരാം. എങ്ങനെയാണ് അപ്പൊ ഒരു ഓസിലേഷനെ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ എങ്ങനെയാണ് ഒരു ഓസിലേഷൻ ആയി എന്ന് നമുക്ക് പറയാൻ പറ്റുന്നത്? നമുക്ക് ആ നേരത്തെ കാര്യം വരച്ച് തന്നെ നോക്കാം. അപ്പൊ ഇതാണ് നമ്മുടെ O എന്ന് പറയുന്ന പോയിന്റ്, ഇതാണ് B എന്ന് പറയുന്ന പോയിന്റ്, ഇതാണ് A എന്ന് പറയുന്ന പോയിന്റ്. നമ്മൾ ഇവിടുന്ന് ഓസിലേഷൻ സ്റ്റാർട്ട് ചെയ്തു. ഇവിടുന്ന് ഊഞ്ഞാലാടുകയാണ് കേട്ടോ. ഊഞ്ഞാലാടുമ്പോ എങ്ങനെ? ഇവിടുന്ന് ഇങ്ങോട്ട് പോകും. അതിനുശേഷം തിരിച്ചിവിടെ വരും. അപ്പോ ഇങ്ങനെയായ ഒരു ഓസിലേഷൻ ആയോ? ഇങ്ങനെ നമ്മൾ അളന്നു കഴിയുമ്പോഴേക്കും നമുക്ക് ഒരു ഓസിലേഷൻ ആയി എന്ന് പറയാൻ പറ്റുമോ? ഇല്ല. ഒരു ഓസിലേഷൻ എന്ന് പറഞ്ഞാല് നമ്മൾ എവിടെ നിന്നാണോ സ്റ്റാർട്ട് ചെയ്തത് അതേ ദിശയിൽ നമ്മൾ തുടങ്ങിയ സ്ഥലത്ത് തന്നെ തിരിച്ചെത്തണം. മനസ്സിലായോ? അതായത് നമ്മൾ ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്തു, ശേഷം നമ്മൾ ഇങ്ങോട്ട് പോയി, തിരിച്ചിങ്ങോട്ട് ഇവിടെ എത്തി. ഇവിടെ എത്തിക്കഴിഞ്ഞു കഴിയുമ്പോൾ നമ്മൾ വീണ്ടും ഇതേ പൊസിഷനിലേക്ക് തിരിച്ചെത്തി. പക്ഷെ അതേ ദിശയിലാണോ നമ്മൾ തിരിച്ചെത്തിയ? അല്ല, ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ് നമ്മൾ തിരിച്ചെത്തിയത്. അപ്പൊ നമ്മൾ വീണ്ടും മുന്നോട്ട് പോയി ഇവിടെ എത്തിക്കഴിഞ്ഞാൽ നമ്മൾ വീണ്ടും ഊഞ്ഞാൽ എങ്ങടെ വരിക? തിരിച്ചിങ്ങോട്ട് വരും. തിരിച്ചിങ്ങോട്ട് വരുമ്പോ എന്താ പ്രത്യേകത? അതേ ഡയറക്ഷനിലാണ് അല്ലെ. അപ്പൊ നമ്മൾ തുടങ്ങിയ സ്ഥലത്ത് തന്നെ തിരിച്ചെത്തി, അതേ ഡയറക്ഷനിൽ തിരിച്ചെത്തി കഴിഞ്ഞാൽ എന്തായി? ഒരു ഓസിലേഷൻ അല്ലെങ്കിൽ ഒരു ദോലനമായി. ഓക്കെ, ഇതാണ് വൺ ഓസിലേഷൻ എന്ന് പറഞ്ഞാൽ. An oscillation is completed when the body returns to its initial position in the same direction from where it started. അതായത് തുടങ്ങിയ സ്ഥലത്ത് തന്നെ തിരിച്ചെത്തണം. അത് സ്റ്റാർട്ട് ചെയ്തപ്പോൾ ഉണ്ടായിരുന്ന അതേ ദിശയിൽ തന്നെ, അതേ ഡയറക്ഷനിൽ തന്നെ തിരിച്ചെത്തണം. അപ്പോഴാണ് എന്താവുള്ളൂ? ഒരു ഓസിലേഷൻ ആണെന്ന് കൗണ്ട് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. ഓക്കെ, മനസ്സിലായോ? നേരത്തെ നമ്മൾ പറയുണ്ടായി ക്ലോക്കിന്റെ പെൻഡുലം ഒരു ഓസിലേറ്ററി മോഷൻ ആണെന്ന് പറയുണ്ടായി അല്ലെ. അപ്പോ അങ്ങനെയാണ് നമ്മൾക്ക് ക്ലോക്കിന്റെ പെൻഡുലത്തിന്റെ ഒരു എക്സാമ്പിൾ പറയാം. ഓക്കെ, ക്ലോക്കിന്റെ പെൻഡുലത്തിനെ നമ്മൾ ജസ്റ്റ് ഒന്ന് ഓസിലേറ്റ് ചെയ്യിപ്പിക്കുകയാണ്. അപ്പൊ അതില് 30 ഓസിലേഷൻ ആവാൻ വേണ്ടിയിട്ട്, ഓസിലേഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് 1 മിനിറ്റ് എടുത്തു. ഓക്കെ, 1 മിനിറ്റ് എടുത്തു 30 ഓസിലേഷൻ നടക്കാനായിട്ട്. 1 മിനിറ്റ് എന്ന് പറഞ്ഞാൽ എത്രയാ? 60 സെക്കൻഡ് എടുത്തു അല്ലെ. ഓക്കെ, 30 ഓസിലേഷന് 60 സെക്കൻഡ് എടുത്തെങ്കിൽ ഒരു ഓസിലേഷൻ എത്ര സമയം എടുക്കും? 60 സെക്കൻഡ് ഡിവൈഡഡ് ബൈ 30, അതായത് 2 സെക്കൻഡ്. അതായത് ഒരു ഓസിലേഷന് 2 സെക്കൻഡ് എടുത്തു അല്ലെ. ഇതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ടൈം പീരീഡ് എന്ന് പറയുന്നത്. അതായത് ഒരു ഓസിലേഷന് വേണ്ട സമയമാണ്, ഒരു ഓസിലേഷൻ അല്ലെങ്കിൽ ഒരു ദോലനത്തിന് ആവശ്യമായ സമയമാണ് എന്ത്? പീരീഡ്, ടൈം പീരീഡ് എന്ന് നമ്മൾ പറയുന്നത്. അതിന് നമ്മൾ ടി എന്ന് പറയുന്ന അക്ഷരം വെച്ചാണ് ഡിനോട്ട് ചെയ്യുന്നത്. ഇതിന് നമ്മൾ അളക്കാനായിട്ട് ഉപയോഗിക്കുന്ന യൂണിറ്റ് എന്താണ്? സെക്കൻഡ് ആണ്. ഓക്കെ, ഇനി അടുത്തൊരു ടാസ്ക്. 1 മിനിറ്റ്, ഈ പറഞ്ഞതിനെ ഞാൻ നേരെ തിരിച്ചു പറയാണ്.
ഒരു മിനിറ്റില് ഉണ്ടാവുന്ന ഓസിലേഷന്റെ എണ്ണം എന്ന് പറയുന്നത് 30 ആണ് അല്ലെ? ഒരു മിനിറ്റില് 30 ഓസിലേഷൻ. ഓക്കെ, അങ്ങനെയാണ്. ഒരു മിനിറ്റ് എന്ന് പറഞ്ഞാൽ എത്രയാണ്? 60 സെക്കൻഡ് അല്ലെ? അപ്പൊ 60 സെക്കൻഡില് 30 ഓസിലേഷൻ. അങ്ങനെയാണെങ്കിൽ ഒരു സെക്കൻഡിൽ എത്ര ഓസിലേഷൻ? 30/60 അല്ലെ? 1/2 എന്ന് വെച്ചാൽ എന്താ? 0.5. അപ്പൊ എന്താ? ഒരു സെക്കൻഡില് 0.5 ഓസിലേഷൻ ഉണ്ടാവുന്നു. അപ്പൊ ഒരു സെക്കൻഡിൽ ഉണ്ടാവുന്ന ഓസിലേഷന്റെ എണ്ണാണ് എന്ത്? ഫ്രീക്വൻസി. മനസ്സിലായോ? ഒരു സെക്കൻഡിൽ എത്ര ഓസിലേഷൻ ഉണ്ട്, അതാണ് എന്ത്? ഫ്രീക്വൻസി. ടൈം പീരീഡ് എന്ന് പറഞ്ഞാൽ എന്താ? ഒരു ഓസിലേഷന് വേണ്ട സമയം. നേരെ ഓപ്പോസിറ്റ്. ഒരു ഓസിലേഷന് വേണ്ട സമയം ടൈം പീരീഡും ഒരു സെക്കൻഡിൽ എത്ര ഓസിലേഷൻ ഉണ്ട് എന്നുള്ളത് ഫ്രീക്വൻസിയാണ്. ഫ്രീക്വൻസി നമ്മൾ പറയുന്നത് ഹെഡ്സിലാണ്. ഓക്കെ, അപ്പൊ നമ്മൾ ടൈം പീരീഡും പറഞ്ഞു, ഫ്രീക്വൻസിയും പറഞ്ഞു. അപ്പൊ ഇവര് തമ്മിൽ എന്തെങ്കിലും ഒരു ബന്ധം ഉണ്ടാവില്ലേ? എന്ത് ബന്ധം ഉണ്ടാവുക? ഒരു ഓസിലേഷന് വേണ്ട ടൈമാണ് എന്ത്? ടൈം പീരീഡ്. ഒരു സെക്കൻഡിൽ ഉണ്ടാവുന്ന ഓസിലേഷന്റെ എണ്ണാണ് എന്ത്? ഫ്രീക്വൻസി. അപ്പോ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? അപ്പൊ ഫ്രീക്വൻസി എന്ന് പറഞ്ഞാൽ എന്താ? 1/t അല്ലെ? ഒരു സെക്കൻഡിൽ ഉണ്ടാവുന്ന ഓസിലേഷൻ ആണ് എന്ത്? ഫ്രീക്വൻസി. ഇത് ഫ്രീക്വൻസി കൂടുമ്പോൾ ടൈം പീരീഡ് കുറയും. ഓക്കെ, ബാക്കി നമുക്ക് അടുത്ത ക്ലാസ്സിൽ പറയാം കേട്ടോ.